സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സമസ്ത. സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ വൈകിട്ടെടുക്കാം. പാദവാർഷിക, അർദ്ധവാർഷിക, മധ്യവേനൽ അവധികൾ കുറച്ച് അധ്യയന സമയം കൂട്ടാം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സമസ്ത മുന്നോട്ട് വയ്ക്കും. അനുകൂല നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനാണ് തീരുമാനം. ചർച്ച തുടങ്ങും മുൻപേ സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിനെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചു. സ്കൂൾ സമയമാറ്റം മദ്രസ പഠനത്തെ ബാധിക്കുമെന്ന സമസ്തയുടെ ആക്ഷേപത്തിൽ അടുത്തയാഴ്ചയാണ് വിദ്യാഭ്യാസ മന്ത്രി സമസ്ത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുക. ഈ കൂടിക്കാഴ്ചയിൽ മദ്രസ പഠനത്തെ ബാധിക്കാത്ത വിധം സ്കൂൾ സമയമാറ്റത്തിനുള്ള ബദൽ നിർദ്ദേശം സമർപ്പിക്കാനാണ് സമസ്ത തീരുമാനം. സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് എന്നത് മാറ്റി വൈകിട്ട് 30 മിനിറ്റ് എടുക്കാമെന്നതാണ് പ്രധാന നിർദ്ദേശം. പാദവാർഷിക, അർദ്ധവാർഷിക, മധ്യവേനലവധികളുടെ ദിവസം കുറച്ച് അധ്യയന ദിവസം കൂട്ടാം. മറ്റ് സംസ്ഥാനങ്ങളിലെ അധ്യയന രീതി കൂടി പരിഗണിച്ച് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സമസ്ത മുന്നോട്ട് വെക്കും. ഇന്നലെ കോഴിക്കോട് ചേർന്ന സമസ്ത കോർഡിനേഷൻ യോഗത്തിലാണ് ബദൽ നിർദ്ദേശം സമർപ്പിക്കാൻ തീരുമാനമായത്. അതേസമയം ചർച്ചയ്ക്ക് ശേഷവും സർക്കാർ അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ നേരത്തെ പ്രഖ്യാപിച്ച പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സമസ്ത നേതൃയോഗത്തിലെ തീരുമാനം. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രതികരണത്തിലും സമസ്ത നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ചർച്ച തുടങ്ങും മുമ്പ് സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചത് ശരിയല്ലെന്നും പറയാനുള്ളത് കേട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഇവിടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് എന്താ അർത്ഥമുള്ളത്? വളരെ ബാലിശമാണ്, മുൻവിധിയോടുള്ള കൂടിയുള്ള തീരുമാനമാണ്. അത്തരം കടുംപിടുത്തത്തിൽ നിന്ന് സർക്കാരുകൾ പിറകോട്ട് പോകണം. സമസ്തയുടെ ആവശ്യം ആദ്യം നിരാകരിച്ച വിദ്യാഭ്യാസ മന്ത്രി സമസ്ത പ്രക്ഷോഭം പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെയാണ് ചർച്ചയാകാമെന്ന നിലപാടെടുത്തത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ഫോണിലും വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചിരുന്നു. മീഡിയ 1 കോഴിക്കോട്.